നീ അങ്ങോട്ട് നോക്കി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറയുമ്പോൾ പ്രത്യേകിച്ച് ട്രോളർമാർക്ക് വേണ്ടിയുള്ള നമസ്കാരമാണ്. ഇനി അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തോറ്റു എന്ന് കരുതിയിട്ട് ഒരു കാല് പോലും പിന്നോട്ട് വെക്കാൻ ഞങ്ങളില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. എത്രത്തോളം നമുക്ക് എന്താ പറയാ ഇതിനകത്ത് ഇറങ്ങി എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇതിനകത്ത് ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാവും, സിനിമയും ഉണ്ടാവും, ബിസിനസ്സും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ട്രോൾ ചെയ്ത ഒരുപാട് സഹോദരങ്ങൾ എനിക്ക് വളരെ പേഴ്സണലൈസ്ഡ് ഒരു മെസ്സേജ് അയച്ചു, സ്നേഹം അറിയിച്ചു. ഒന്നും വിചാരിക്കരുത്, ഒരു ഫണ്ടിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അത്തരത്തിലുള്ള അവരുടെ സ്നേഹം കണ്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതിന് വളരെ ഉള്ളു നിറഞ്ഞൊരു നന്ദി പറയുകയാണ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ചെറിയ പോസ്റ്റ് നമുക്കിപ്പോ ഒരു സഹപ്രവർത്തകര് കുറച്ചുപേര് അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ ഇട്ട പോസ്റ്റ് കുറച്ച് കടന്നു പോയി എന്ന് ഞങ്ങൾക്കും തോന്നി വായിച്ചപ്പം. എന്തെങ്കിലുമൊക്കെ ഇടുമ്പോ കുറച്ചൊക്കെ പഠിച്ചും മനസ്സിലാക്കിയിട്ടും ഇടുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇതാണ് ആ പോസ്റ്റ്. അതെ, അതായത് ജയിപ്പിച്ച് MLA ആക്കാമെന്നും പറഞ്ഞ് പലരും പൈസ വാങ്ങി. ചിലവായത് 35 ലക്ഷം രൂപ. 3500 വോട്ട് പോലും ലഭിച്ചില്ല. ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. അഞ്ജലി മേനോനാണ് വെറുതെ വിടാതെ. അതെ, ആ പേര് തന്നെ പാളിച്ചായി. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് അതേപോലെ ഒരുത്തനെയും വെറുതെ വിടില്ല. എന്തായാലും ഇട്ട ഒരാളെ മാത്രമേ ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുള്ളൂ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നമ്മൾ വളരെ പണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് 35 ലക്ഷം രൂപയോളം നമ്മൾ പലരെയും പല സാഹചര്യങ്ങളിലും സഹായിച്ചിട്ടുണ്ട് എന്നുള്ള പല ഇന്റർവ്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. എന്തൊരു മന്ദബുദ്ധി കൊച്ചാണിത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? താഴെ ഒരുപാട് കമന്റുകൾ വരും. എന്തിനു റിയാക്ട് ചെയ്തു, ബോധിപ്പിക്കുന്നത് തന്നെ മണ്ടത്തരമല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ വരും. തോറ്റ MLA വീണ്ടും പ്രതികരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വരും. നിങ്ങളോട് പറയുന്നത് കുറച്ച് ബുദ്ധിയോടെ സംസാരിക്കുക, കുറച്ച് നല്ല ചിന്തിച്ചിട്ട്. ഞാൻ തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും മലയാളത്തിലൊക്കെ ആണെങ്കിലും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നല്ല വൃത്തിയിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് എന്തോ എങ്ങനെ തോറ്റു എന്ന് കരുതിയിട്ട് ഒരു കാല് പോലും പിന്നോട്ട് വെക്കാൻ ഞങ്ങളില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. എത്രത്തോളം നമുക്ക് എന്താ പറയാ ഇതിനകത്ത് ഇറങ്ങി എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇതിനകത്ത് ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാവും, സിനിമയും ഉണ്ടാവും, ബിസിനസ്സും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുക. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ. സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവര് ജയിപ്പിക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറയുമ്പോൾ പ്രത്യേകിച്ച് ട്രോളർമാർക്ക് വേണ്ടിയുള്ള നമസ്കാരമാണ്. ഇനി അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഷാജിയേട്ടാ, ഇവിടെ കാരണം നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളും വീഡിയോസുകളൊക്കെ ഒന്നുപോലും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. എന്തായാലും അത്തരത്തിലുള്ള എൻജോയ് മാത്രമല്ല, അത്തരത്തിലുള്ള നിങ്ങളുടെ ഓരോ ക്രിയേറ്റിവിറ്റികളും എനിക്ക് ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാ. ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അതിനുവേണ്ടി സമയം കണ്ടെത്തിയാണ്. ഒന്നുമല്ല, എന്നിട്ട് പോലും എനിക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയ ഓരോ ട്രോളർമാർക്കും ഞങ്ങളുടെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. എന്തോ എങ്ങനെ അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ട്രോളെല്ലാം കാണുന്നുണ്ട്, അടിപൊളിയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരുപാട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. ഇലക്ഷന് തോറ്റതിന് ഉപദ്രവിക്കരുത്, വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം. നമുക്ക് അത് പ്രത്യേകം പറയണം. ഇത് കണ്ടിട്ടൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല കേട്ടോ. നീ വിഷമിക്കാൻ. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. വിചാരിക്കും നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഓടിപ്പോകും എന്നൊക്കെ പല ചിന്തകളിലുണ്ട്. ഒരു ഓട്ടവും ഇല്ല, ഒരു വിഷമവും ഇല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. എനിക്ക് മനസ്സമാധാനത്തോടൊന്ന് ജീവിക്കാനെങ്കിലും ഒന്ന് അനുവദിക്കണം. അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിലൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഉണ്ടാക്കി തരാം. എടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.